ഇത് വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ ഇടാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് റംബൂട്ടാനൊന്നും അല്ല കേട്ടോ, ഇതാണ് കുങ്കുമപ്പൂ. നമ്മുടെ ഇവിടെ ഇതിനെ കുങ്കുമപ്പൂ എന്നാണ് പറയുന്നത്. എന്താ റംബൂട്ടാൻ പോലൊക്കെ തന്നെ ഏകദേശം ഇരിക്കുന്നത് അല്ലേ, സെയിം ഏകദേശം. ആ മുള്ളൊക്കെ കണ്ട ചുവന്ന്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കുങ്കുമപ്പൂ നമ്മുടെ ഫുഡ് കളറിലും നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്നൊക്കെ ഒരു സമയത്ത് ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ കയ്യിലൊക്കെ തേക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാം. ഇതിനൊരു പൂവുണ്ട്, നമ്മുടെ സാഫ്രോണിൻ്റെ അതേ സെയിം കളർ പൂ തന്നെയാണ്. ഇപ്പോൾ അത് വാടിപ്പോയി. ഇത് വലിയൊരു മരമാണ്. ഞാനിത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇതിലൊരു വലിയ നല്ല മണമാണ് കേട്ടോ. അപ്പം ഇതിലൊരെണ്ണം ഞാൻ നിങ്ങളെ എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അത് ഞാൻ കയ്യിലൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഞാനിത് ഇത് ഞാൻ പൊട്ടിക്കുവാണേ. വേണ്ട, ഇങ്ങനെ ഇതിനകത്ത് വേണ്ട ഇങ്ങനെ കായുണ്ട്. സൂം ചെയ്ത് കാണിച്ച് കണ്ടോ, കാള് കാണുന്നുണ്ടോ? ഇതിന് നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതിന് കളറുണ്ട്, നല്ല കളറാണ്. ഞാൻ കയ്യിൽ ഉരച്ച് കാണിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് കണ്ടോ, ഇത്രയും കളറുണ്ട് ഇതിന്. കണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ ഇടാം. വേണമെന്നുണ്ട് ഇവിടുത്തെ നമ്മള് സിന്ദൂരമായിട്ട് ഇടാം അല്ലേ ഏട്ടാ? സിന്ദൂരമായിട്ട് ഇങ്ങനെ ഇടാം. വേണം നമുക്ക്. പണ്ടൊക്കെ നമ്മളിത് ഒത്തിരി വരച്ചിട്ടുണ്ടെന്ന്, എന്താ കൈ മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കുങ്കുമപ്പൂ, ഞങ്ങളുടെ നാട്ടിലെ കുങ്കുമപ്പൂ. ഇതുണ്ടോ, വലിയൊരു മരമാണ്. ഇങ്ങനെ വേണമെങ്കിൽ കുറിയൊക്കെ വരയ്ക്കാം നമുക്ക്. ഇതേണ്ട ഈ ഒരു കുഞ്ഞു കായാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫുഡ് കളറിലും അങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഒത്തിരി ഉണ്ട്. ഒരു കുതിര ഇതേണ്ട അകത്ത് പോയി. ഇതാണ്ട് ഇതിൻ്റെ കളർ കണ്ട, എൻ്റെ കയ്യിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കളർ. വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കാൻ പറ്റും. നല്ല മണമാണ് കേട്ടോ. ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കുങ്കുമം ഇല്ലേ, സിന്ദൂരം ഇല്ലേ, അതുപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വലിയ വിലയൊന്നുമില്ല. നമ്മുടെ ഇവിടെ നമ്മുടെ കാട്ടിലൊക്കെ ചുമ്മാ വളർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ച് തൊട്ട് വേണമെങ്കിൽ കുറിയായിട്ട്. പണ്ട് കാലത്ത് അമ്മമാരൊന്നും പുറത്തുനിന്ന് കടകളിലൊന്നും പോയി ഇത് വാങ്ങിക്കത്തില്ലായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് വേഗം സ്കൂളിൽ പോകുമ്പോൾ ഒത്തിരി ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലോട്ട് നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ കളർ. എൻ്റെ കൈയൊക്കെ നോക്ക്, മൈലാഞ്ചി ഇട്ടതുപോലൊരു നല്ല കളറായിട്ടുണ്ട്. ഈ ഒരു കളർ വരും. ഈ കളർ ഇപ്പം ഒത്തിരി ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ ചുണ്ടിലൊന്നും അത് ഇട്ടാൽ ശരിക്കും അറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ കുരു തൊട്ടത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ കുഞ്ഞു കുരു കേട്ടോ. സൂം ചെയ്ത് കാണിക്ക്. ഇതാണ് ആ കുഞ്ഞു കുരു. അതായത് നമ്മുടെ പ്രാഷൻ ഫ്രൂട്ടിനൊക്കെ അകത്തുണ്ട് ഇങ്ങനെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും. പിന്നെ ഇതുപോലെ മുള്ള്. ഇതാണ് സംഭവം. ഇതുപോലെ അല്ല ഇരിക്കുന്നത്, ഇതിനൊരു ഷേപ്പ് വ്യത്യാസമുണ്ട് കണ്ടോ. ഇതുപോലെ ഒത്തിരി ഉണ്ടാവും. മണമെന്ന് വെച്ചാൽ നല്ല മണമാണ് കണ്ടോ. ഇതാണ് സാധനം. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു കുഞ്ഞു ചാനൽ തുടങ്ങി വരുന്ന ആളാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.